കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ വാർത്തയായിരുന്നു 2 പെൺകുട്ടികളുടെ ആത്മഹത്യകൾ. ഒന്നാമത്തേത് കാസർഗോഡ് സ്വദേശിനിയായ 25-കാരി അശ്വതി. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുൻപാണ് ആ നവവധു വിഷം കഴിച്ച് മരണത്തിന് കീഴടങ്ങുന്നത്. രണ്ടാമത്തേത് തളിപ്പറമ്പ് സ്വദേശിനി 22 വയസ്സുള്ള സാന്ദ്രധാര. സാംസ്കാരിക വേദികളിൽ സജീവമായിരുന്ന ഒരു നൃത്താധ്യാപിക. വിവാഹ ജീവിതത്തിന്റെ വെറും 4-ാം മാസത്തിൽ ഭർതൃഗൃഹത്തിലെ കിടപ്പുമുറിയിൽ ജനൽക്കമ്പിയിൽ ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കകം സ്വന്തം ജീവിതം ഇങ്ങനെ ഹോമിക്കേണ്ടി വരുന്നത്? ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ മരണവാർത്തകൾ പുറത്തു വരുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ജിൻസി എന്നൊരു യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പിന് ഏറെ പ്രാധാന്യമുണ്ട്. ആ വാക്കുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഓരോ മാതാപിതാക്കളും പെൺകുട്ടികളും നിർബന്ധമായും കേട്ടിരിക്കേണ്ടതാണ്. ഇത്തരം സന്ദർഭത്തിൽ സധൈര്യം ഭർതൃവീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്ന ഒരു പെൺകുട്ടിയാണ് ജിൻസി. ജിൻസി തന്റെ കുറിപ്പിൽ പറയുന്നത് സ്വന്തം അനുഭവമാണ്. താന്തോന്നിയായ ഭർത്താവിനെ നന്നാക്കേണ്ടത് കയറി വന്ന പെണ്ണാണെന്ന് അമ്മായിയമ്മ പലതവണ പറഞ്ഞപ്പോൾ സഹികെട്ട ജിൻസി ഒരു ചോദ്യം ചോദിച്ചു. 10-30 കൊല്ലം അലഞ്ഞു തിരിഞ്ഞ ഒരു നായയ്ക്ക് പെട്ടെന്നൊരു നാൾ ഒരു കൂട് കാണിച്ചാൽ അതിലേക്ക് കയറുമോ? ഇത്രയും വർഷം നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്തത് ഇന്നലെ കയറി വന്ന ഞാൻ വിചാരിച്ചാൽ നടക്കുമോ? പക്ഷേ അന്ന് ആ അമ്മ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? സ്നേഹം കൊണ്ട് മാറ്റണം. അവൻ തെറ്റ് ചെയ്താലും മിണ്ടാതെ ക്ഷമിച്ചു നിൽക്കണം. ഭർത്താക്കന്മാരായാൽ ചിലപ്പോൾ അടിച്ചു നോക്കി വരും. അവനൊരു 50 വയസ്സാകുമ്പോൾ നന്നാകും. അതുവരെ ക്ഷമിച്ച് ജീവിക്കുക എന്നായിരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ ചില കുടുംബങ്ങളുടെ ചിന്താഗതി. അടികൊണ്ടും ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം കണ്ടും ഒടുവിൽ ജോലിക്ക് പോയി അയാളെ തീറ്റിപ്പോറ്റേണ്ട അവസ്ഥ വന്നപ്പോഴാണ് ജിൻസി ആ വീട് വിട്ടിറങ്ങിയത്. നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ ബന്ധം ഉപേക്ഷിച്ചതുകൊണ്ട് ഇന്ന് ജിൻസി സമാധാനത്തോടെ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് പല പെൺകുട്ടികൾക്കും അതിന് സാധിക്കുന്നില്ല. ജിൻസി പറഞ്ഞ വരികൾ എത്ര സത്യമാണ്. ഏതോ വീട്ടിലെ താന്തോന്നിയെ നന്നാക്കാൻ വേണ്ടിയല്ല അച്ഛനമ്മമാർ പെൺപിള്ളേരെ കഷ്ടപ്പെട്ട് വളർത്തുന്നത്. ജിൻസിക്ക് നമ്മുടെ അമ്മമാരോടും ചിലത് പറയാനുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു പരിധിവരെ ആൺമക്കളെ വഷളാക്കുന്നത് അവരുടെ അമ്മമാർ തന്നെയാണ്. പെൺമക്കളെക്കാൾ കൂടുതൽ ആൺമക്കളെ സ്നേഹിക്കുകയും അവർ എന്ത് തെറ്റ് ചെയ്താലും അവൻ കല്യാണം കഴിഞ്ഞാൽ നന്നായിക്കോളുമെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നത് ആരാണ്? അർദ്ധരാത്രി കള്ളുകുടിച്ചു വരുമ്പോൾ അച്ഛൻ കാണാതെ വാതിൽ തുറന്നു കൊടുക്കുന്ന അമ്മമാർ. ജോലിക്ക് പോകാതെ നടക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഉത്തരവാദിത്തം വന്നോളുമെന്ന് പറയുന്ന അമ്മമാർ. കുടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ കയ്യിൽ നിന്നും പണം എടുത്തു കൊടുക്കുന്ന അമ്മമാർ. അമ്മമാരോട് ജിൻസി പറയുന്നത് ഇതാണ്: നിങ്ങളുടെ മക്കൾ നല്ലതെന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് അവരെ കല്യാണം കഴിപ്പിക്കരുത്. നിങ്ങളെ കൊണ്ട് തിരുത്താൻ പറ്റാത്തത് മറ്റൊരു പെണ്ണിനും സാധിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളെ, അശ്വതിയെപ്പോലെയും സാന്ദ്രധാരയെപ്പോലെയുമുള്ള വാർത്തകൾ ഇനിയും ഇവിടെ ഉണ്ടാകരുത്. ജിൻസി പറഞ്ഞതുപോലെ ഒരുത്തനെയും നന്നാക്കാൻ വേണ്ടിയല്ല നമ്മൾ കല്യാണം കഴിക്കേണ്ടത്, നല്ലൊരു കൂട്ടിനു വേണ്ടിയാണ്. ഗാർഹിക പീഡനങ്ങളും മാനസിക വിഷമങ്ങളും സഹിച്ചു നിൽക്കരുത്. ഒന്നിനും പരിഹാരം ആത്മഹത്യയല്ല. ഒട്ടും പറ്റില്ലെന്ന് തോന്നിയാൽ അന്തസ്സോടെ ആ പടിയിറങ്ങി വരിക. പുറത്ത് മനോഹരമായ ഒരു ലോകമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ നല്ല മനുഷ്യരായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഒപ്പം പെൺമക്കൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യവും നൽകുക.